കേരളത്തിൽ 7 വർഷത്തിനു ശേഷം കോളറ ബാധിച്ച് ഒരു മരണമുണ്ടായതായി സംശയിക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഈ സംഭവം. നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസിയായ ആര്യനാട് സ്വദേശി അനു കഴിഞ്ഞ ദിവസം മരിച്ചത് കോളറ ബാധിച്ചാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇതിന് കാരണം അനുവിനൊപ്പം വയറിളക്കം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതാണ്. 6 പേരെ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ മോഹനൻ ചേരുകയാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന്. അരുൺ, ഈ കുട്ടി ചികിത്സയിൽ കഴിയുന്ന സമയത്ത് സാധാരണ വയറിളക്കം എന്ന രീതിയിലുള്ള ചികിത്സയാണോ നൽകിയിരുന്നത്? ഇപ്പോൾ എന്താണ് ഡോക്ടർമാർ പറയുന്നത്? മഞ്ജുഷ്, നമുക്ക് ആദ്യഘട്ടത്തിൽ ഈ ഒരു വിഷയം മനസ്സിലാക്കിയത് ഭക്ഷ്യവിഷബാധയായിരിക്കാം കുട്ടികൾക്കുണ്ടായത് ഏറ്റത് എന്നാണ് ആദ്യ ലക്ഷണമായി കണ്ടത്. ഇതിനെ തുടർന്നുള്ള ചികിത്സയും അന്വേഷണവും ഒക്കെ ആയിരുന്നു നടത്തിയത്. ആരോഗ്യവകുപ്പ് അധികൃതർ ഈ പറയുന്ന തവരവിളയിലെ സ്വകാര്യ കാരുണ്യ എന്ന് പറയുന്ന ഭിന്നശേഷി കുട്ടികൾ പാർപ്പിക്കുന്ന ഹോസ്റ്റലിൽ എത്തി പരിശോധന നടത്തി. എന്നാൽ അവർക്ക് പ്രാഥമികമായി തന്നെ അവിടെ ഭക്ഷ്യവിഷബാധ ഒന്നും നടന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്തു. അതിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ആ സമയത്തായിരുന്നു 13ഓളം കുട്ടികൾക്ക് രോഗലക്ഷണം, ഛർദ്ദിലും വയറ്റിളക്കം ഉൾപ്പെടെയുള്ള രോഗലക്ഷണവുമായി ഇവർക്ക് വരികയായിരുന്നു. ഇവരെ ആദ്യ ഘട്ടത്തിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ രോഗം മൂർച്ഛിക്കുന്ന അടിസ്ഥാനത്തിലായിരുന്നു കുട്ടികളെ പലരെയും ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒപ്പം SUT ആശുപത്രിയിലൊക്കെ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നിർഭാഗ്യമായി തന്നെ നമ്മുടെ അനു എന്ന് പറയുന്ന ആര്യനാട് സ്വദേശിയായ 26-കാരൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ ഈ സമയത്തും ചികിത്സയിലിരുന്ന SUT-ലുണ്ടായിരുന്ന 10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ആശങ്ക കൂടുതൽ വർദ്ധിച്ചത്. അനുവിന്റെ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവ പരിശോധനയും മറ്റു പരിശോധനയും റിപ്പോർട്ടുകൾ ഇനിയും വരാനുണ്ട്. എന്നാൽ മറ്റുള്ള കുട്ടികളുടെ പരിശോധനയ്ക്കുള്ള മറ്റുള്ളവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആ റിസൾട്ടും ഇനിയും വരാനുണ്ട്. ഇതൊക്കെ കാത്തിരിക്കുകയാണ്. എന്നിരുന്നാലും മാരായമുട്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് അപ്പോഴേ കേസെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഈ ഹോസ്റ്റലിലെ അധികൃതർ എന്താണ് പറയുന്നത്? അങ്ങനെ മോശം സാഹചര്യത്തിലാണോ ഈ കുട്ടികൾ അവിടെ കഴിയുന്നത്? ഹോസ്റ്റൽ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ 65 കുട്ടികളാണ് അവിടെ നിലവിലുള്ളതെന്നും അവർക്ക് ഒരു വിധത്തിലുള്ള ഭക്ഷണം പുറത്തുനിന്ന് അനുവദിക്കുന്നില്ല എന്നുമാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, വെള്ളത്തിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മുടെ പരിശോധന മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ബോർവെൽ ഉപയോഗിച്ച് പ്യൂരിഫൈഡ് വാട്ടറാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് പുറത്തുനിന്ന് വന്നതല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കാം കുട്ടിക്ക് ഇത്തരം ഒരു സാംക്രമിക രോഗം ഉണ്ടായതെന്നുള്ളത് കൂടുതൽ ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. ഇതിന്റെ ഉറവിടം തേടിയുള്ള യാത്രയിൽ തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരും. ശരി, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ്. കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷി ഹോസ്റ്റലിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു കുട്ടി മരിച്ചത് കോളറ ബാധിച്ചാണെന്നുള്ള സംശയവും ഇപ്പോഴുണ്ട്. കോട്ടയം